മക്കളെ, നമ്മൾ റാഷണൽ നമ്പർ എന്ന കോൺസെപ്റ്റും ഇറാഷണൽ നമ്പർ എന്ന കോൺസെപ്റ്റും രണ്ടും ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണാൻ നമുക്കറിയാം. ഇപ്പോൾ ഒരു റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? അത് P/Q ഫോം ആകണം, പിയും ക്യൂവും ഇൻറ്റിജേഴ്സ് ആകണം, Q നോട്ട് ഈക്വൽ ടു 0, അതുപോലെ P ആൻഡ് Q ആർ കോപ്രൈംസ്. കോപ്രൈംസ് എന്താണെന്നൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോസിലൊക്കെ സാർ പറഞ്ഞു തന്നിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ മക്കൾ പോയി നോക്കണം. അതൊക്കെ ഏറ്റവും മാത്സിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു ഇറാഷണൽ നമ്പർ എന്ന് പറയുമ്പം അത് നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിക്കറിങ്ങും ആയിരിക്കും. നമുക്കറിയാം. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ റാഷണൽ നമ്പർ കനോട്ട് ബി. ഇവിടെ നമുക്ക് റാഷണൽ നമ്പർ എന്ന് പറഞ്ഞു. റാഷണൽ നമ്പറാണ്. അപ്പോൾ റാഷണൽ നമ്പർ ആകുമ്പോൾ നമുക്കിതേ ഈ 4 ഡെഫിനിഷൻ നോക്കിയേ. റാഷണൽ നമ്പർ ടെർമിനേറ്റിംഗ് ആകാം, അതുപോലെ റാഷണൽ നമ്പർ നോൺ ടെർമിനേറ്റിങ്ങും റിപ്പീറ്റിങ്ങും ആകാം. പക്ഷേ റാഷണൽ നമ്പർ ഒരിക്കലും നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആകത്തില്ല. അപ്പോൾ ഇവിടെ റാഷണൽ നമ്പർ എന്ന് തന്നതുകൊണ്ട് ഒരു റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ഒരിക്കലും നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആകാൻ പാടില്ല. കാരണം നോൺ ടെർമിനേറ്റിംഗ് നോൺ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള ഒരു നമ്പറുകളും റാഷണൽ നമ്പേഴ്സ് അല്ല. അതുകൊണ്ട് ആൻസർ ഡി ആണ്. നമുക്കൊരു ക്വസ്റ്റ്യനോട് നോക്കാം. സി ദ നമ്പർ. നിങ്ങൾ ഈ നമ്പർ ഒന്ന് വായിച്ച് നോക്കിയിട്ട് സാർ ഇതുപോലെയുള്ള നമ്പർ ഒരു എക്സാമ്പിളായിട്ടൊക്കെ കാണിച്ചു തന്നതാണ് ഇതിന് മുമ്പുള്ള വീഡിയോയിൽ. ഈ നമ്പർ ഇതിലേതാണ്? ഇതൊരു ഇറാഷണൽ നമ്പറാണ്. അതിൻ്റെ റീസൺ എന്താ? ഇവിടെ നമ്മൾ നോക്കിയേ, ഈ നമ്പറിനകത്ത് ഒരു റെപ്പറ്റീഷൻ വരുന്നുണ്ടോ? ആക്ച്വലി ഇതിനകത്ത് റെപ്പറ്റീഷൻ ഉണ്ടോ? നമ്മൾ കാണുമ്പോൾ ഇത് റെപ്പറ്റീഷനായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ദാ ഇവിടെ 1 പോയിന്റ്, ഇത് 0 ആണ്. ഒന്നാമത്തെ 0 ആണ്, രണ്ടാമത്തെ 001 ആണ്, മൂന്നാമത്തെ 0001 വരേണ്ടത്. ഇങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നോൺ ടെർമിനേറ്റിംഗ് ആണ്. എക്സെട്ര കാണുമ്പോൾ അറിയാം നോൺ ടെർമിനേറ്റിംഗ് ആണ്. ഇനി റിപ്പീറ്റിംഗ് ആയിരുന്നെങ്കിൽ അത് റാഷണലായേനെ. പക്ഷേ നോൺ ടെർമിനേറ്റിങ്ങും നോൺ റിപ്പീറ്റിങ്ങും ആയതുകൊണ്ട് നമ്മളിതിനെ ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ ഇതൊരു ഇറാഷണൽ നമ്പറാണെന്ന് നമ്മൾ പറയും. അപ്പോൾ സാറിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മൾ ഇതുപോലെയുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്താൽ സാറിൻ്റെ എല്ലാ വീഡിയോസും അപ്പം തന്നെ നമുക്ക് കിട്ടും.